3 വർഷത്തിലധികമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുന്നു റാപ്പർ വേടൻ എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിച്ചില്ല എന്ന് വേടൻ പറയുന്നു. അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നതിനെ താൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നും വേടൻ പോലീസിനോട് പറഞ്ഞു. വേടനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളുമായി ആൻമരിയ സണ്ണിയും വിഷ്ണു സുരേഷും ചേരുകയാണ്. ആദ്യം ആൻമരിയ സണ്ണിയിലേക്കാണ് പോകുന്നത്. ആൻമരിയ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ താൻ ലഹരി ഉപയോഗിക്കാറുണ്ട്, പക്ഷേ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വേദികളിൽ മക്കളെ ലഹരി പാപമാണോ എന്നൊക്കെ പറയുന്ന വേടനെ. അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു അത് അനുകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതൊരു പ്രശ്നമാകും. ഇന്നലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയത്? ക്രിസ്റ്റീന, അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആരാധകരുള്ള ഒരാളാണ് ഈ റാപ്പർ വേടൻ. അതുകൊണ്ട് തന്നെ തൻ്റെ സ്റ്റേജ് ഷോകളിലെല്ലാം പലപ്പോഴും വേടൻ പറഞ്ഞിട്ടുമുണ്ട് ലഹരി ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇന്നലെ ഈ ചോദ്യം ചെയ്യലിൽ ഈ കഞ്ചാവ് പിടിച്ചെടുത്ത ശേഷം ഈ ഫ്ളാറ്റിൽ നടന്ന ചോദ്യം ചെയ്യലിൽ പോലീസിനോട് വേടൻ പറഞ്ഞിരിക്കുന്നത്. അതായത് 3 വർഷത്തിലധികമായിട്ട് താൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും തനിക്കിത് നിർത്തണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിട്ടുണ്ട്, അതിനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് നിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. ചില സ്റ്റേജ് ഷോകളിലേക്ക് പോകുമ്പോൾ എനിക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും താൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. അത് ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് താൻ പറഞ്ഞിട്ടുള്ളത് എന്ന രീതിയിലാണ് ഇന്നലെ വേടൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളോടുകൂടി അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തോട് കൃത്യമായി സഹകരിച്ചുകൊണ്ടാണ് റാപ്പർ വേടൻ ഇന്നലെ മുതൽ തന്നെ, അതായത് ഈ കഞ്ചാവ് പിടിച്ചെടുത്തത് മുതൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നതും കൃത്യമായ മൊഴികളാണ് നൽകിയിരുന്നതും. ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഈ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം ലഭിച്ചതിന് ശേഷം ഈ ഫോറസ്റ്റ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ആണെങ്കിൽ പോലും തന്നെ ആരും കുടുക്കിയിട്ടില്ല. അല്ലാതെ തന്നെ വന്നിരിക്കുന്ന കേസാണ് ഇത്. തനിക്ക് ആരോടും പകയില്ല, തന്നെ കുടുക്കിയിട്ടില്ല എന്ന് തന്നെയാണ് വേടൻ പറഞ്ഞിരിക്കുന്നതും. എന്തായാലും ഈ ഫോറസ്റ്റ് കസ്റ്റഡിയിലെടുത്ത വേടനെ ഇന്ന് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും കൂടുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മുന്നോട്ട് വരികയുള്ളൂ. അതിനുശേഷമാണ് ഫോറസ്റ്റിനാണെങ്കിൽ പോലും ഇതിന് മുന്നോട്ടുള്ള കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും കൃത്യമായിട്ടുള്ള, അതായത് 3 വർഷത്തിലധികമായി താൻ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നൊരു മൊഴിയാണ് ഇന്നലെ ഈ ഫ്ളാറ്റിൽ നടന്ന ചോദ്യം ചെയ്യലിൽ വേടൻ തന്നെ പോലീസിനോട് പറഞ്ഞിരിക്കുന്നതും. ക്രിസ്റ്റീന, പ്രജി. ആൻമരിയ സണ്ണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, വേടന് ഡബിൾ കുരുക്കാണെന്ന് പറയാം. ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ കഴുത്തിലെ മാല ശ്രദ്ധയിൽപ്പെടുന്നത്. അതിലെ പുലിപ്പല്ലാണോ എന്ന സംശയം അത് ബലപ്പെടുന്നു. പിന്നീട് വേടൻ തന്നെ സമ്മതിക്കുന്നത് പുലിപ്പല്ലാണെന്ന് പറയുന്നു. അപ്പോൾ അത് എവിടെ നിന്ന് കൊണ്ടുവന്നു, അത് ആരാധകൻ സമ്മാനിച്ചതാണ് എന്ന് പറയുന്നു വേടൻ. അപ്പോൾ അതിന്റെ ഒരു കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ് വനംവകുപ്പ്. എന്താണ് നിലവിലെ അതിന്റെ അവസ്ഥ? ഈ കോടനാടേക്ക് ഇന്നലെ കൊണ്ടുപോയിരുന്നു വേടനെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ കേസിന്റെ അന്വേഷണം അത് ഏത് രീതിയിലാണ്, എന്ത് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്? പ്രജൻ, മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വേടനെ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ 5 ഗ്രാം കഞ്ചാവുമായി വേടനെ പിടികൂടുന്ന പശ്ചാത്തലത്തിലാണ് ഈ തൃപ്പൂണിത്തുറ SHOക്ക് ഈ മാലയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ അപ്പോൾ തന്നെ കോടനാട് ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വരാൻ ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ അവരെത്തിയൊരു പരിശോധന നടത്തി. ആനക്കൊമ്പ് എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന, ആനക്കൊമ്പ് കൊണ്ട് കിട്ടിയ മാല എന്ന ഘട്ടത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നു. പിന്നീട് അവർ പോയി. എന്നാൽ അത് പിന്നീട് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ വേടൻ തന്നെ പറയുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നൊരു ആരാധകൻ വന്നു, ആ ആരാധകൻ തനിക്ക് പുലിപ്പല്ലാണ് എന്ന് പറഞ്ഞ് സമ്മാനിച്ചതാണെന്ന് പറയുകയുണ്ടായി. വിശദമായ പരിശോധനയിൽ വനംവകുപ്പിൻ്റെ കണ്ടെത്തൽ ഇത് പുലിപ്പല്ല് തന്നെ എന്നാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ വനംവകുപ്പ് തയ്യാറാക്കിയിട്ടുമുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയമായ പരിശോധനാ ഫലം വരണമെങ്കിൽ അത് ഹൈദരാബാദിൽ കൊടുത്ത് അത് അടുത്ത കുറച്ച് സമയമെടുത്തൊക്കെ വരികയുള്ളൂ. പക്ഷേ പ്രാഥമികമായ വനംവകുപ്പിൻ്റെ പരിശോധന ഇത് പുലിപ്പല്ല് തന്നെ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന വനംവകുപ്പിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാവിലെ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായിട്ടാണ് വേടനെ പിടികൂടിയതെങ്കിൽ പിന്നീട് അതൊരു വനം വകുപ്പുമായി ബന്ധപ്പെട്ട കേസിലേക്കൊക്കെ പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഒരു കുരുക്കിൽ നിന്ന് മറ്റൊരു കുരുക്കിലേക്ക് വേടൻ പോകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിനൊക്കെ വേടൻ പറയുന്നത് അത്തരത്തിലൊരു ഗൂഢാലോചനയുമില്ല, ഇത് സ്വാഭാവിക നടപടിയുടെ ഭാഗമായി പോലീസ് ഒരു പരിശോധന നടത്തി, വനംവകുപ്പ് ഒരു പരിശോധന നടത്തി, അങ്ങനെ എടുത്ത കേസാണ്. മറ്റ് ആശങ്കകളോ അല്ലെങ്കിൽ ഗൂഢാലോചനകളോ തനിക്കെതിരെ നടന്നിട്ടില്ല എന്നാണ് വേടൻ ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇതിൽ പുറത്തിറങ്ങിയ ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം വിശദമായി നടത്താമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന്
2 മണിയോടുകൂടി മുൻസിഫ് കോടതിയിൽ വേടനെ ഹാജരാക്കും. അതിനിടയിൽ ഈ മാല നൽകിയ ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. സ്വാഭാവികമായും അയാളും ഈ കേസിൽ പ്രതിയാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അയാളുടെ പേരുവിവരങ്ങളൊക്കെ വേടന് കൃത്യമായി അറിയാം. ആ വിവരങ്ങളൊക്കെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അയാളെയും പ്രതി ചേർക്കും. അങ്ങനെ ഈ കേസ് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രജൻ. യെസ്, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ വേടന്റെ കുരുക്ക് അതൊരു വലിയ കുരുക്കാണ്. ആ കുരുക്ക് ഇങ്ങനെ മുറുകി വരുന്നുണ്ട്. ഇന്നിപ്പോൾ വനംവകുപ്പ് എങ്ങനെയാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്നത് നിർണായകമാണ്.